വലിയ വലിയ വിവാദങ്ങൾ നടക്കുകയാണല്ലോ. കുട്ടികൾക്ക് അക്ഷരമറിയില്ല, സമ്പൂർണ്ണ A+കൾ കിട്ടിയിട്ടും നിലവാരമില്ല, പ്രത്യേകിച്ച് അക്ഷരമറിയില്ല എന്നുള്ള പരാതികളൊക്കെ ധാരാളം നമ്മൾ കേൾക്കുകയാണ്. എന്താണ് മറുപടി? അത് ആ കുട്ടിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവന് 1 മണിക്കൂർ കൊണ്ട് പഠിക്കാൻ കഴിയുന്നുള്ളൂ. അർത്ഥപൂർണമായ അവന്റെ വ്യവഹാരത്തിന് ആവശ്യമാണെങ്കിൽ അവനത് എടുത്തോളും. ഇത് ഭയങ്കര കഴിവുള്ള ഒരു തലയാണ്. അതിന് നിങ്ങൾ അക്ഷരവും പഠിപ്പിക്കേണ്ട, ഒന്നും പഠിപ്പിക്കേണ്ട. അവന് വേണ്ട എന്തൊക്കെ സ്വഭാവ ഗുണങ്ങൾ വേണം, ആ ഗുണങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശീലനം കൊടുക്കണം. അതിൽ എന്തെങ്കിലും അവന് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ട് അല്ലെങ്കിൽ അറിയിക്കാനുണ്ട്, അത് പിന്നെ നേരിട്ട് അറിയിക്കാൻ വയ്യാതെ ഇരിക്കുമ്പോൾ ഒരു കടലാസിൽ വേണം എന്ന് അവന് തോന്നുമ്പോൾ അവൻ അക്ഷരം ഉണ്ടായിക്കോളും. അല്ല, നിങ്ങൾ കാണാതെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ച് അങ്ങനെ അക്ഷരം ഉണ്ടാക്കണ്ട. എൻ്റെ അഭിപ്രായത്തിൽ ഭരണകർത്താക്കളാണ് കുറ്റം പറയേണ്ടത്. ഈ IAS ഏറ്റവും നല്ല ആളെ, അത് മാത്രമല്ല നല്ല സ്ക്രൂട്ടിനി നടത്തിയിട്ട് ഈ ചൈൽഡ് ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ ഹ്യൂമൻ സൈക്കോളജി, ഈ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്, ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് നല്ല ബോധ്യവും താല്പര്യവും ഉള്ള ആൾക്കാരെ പിടിച്ചാക്കണം. ഇപ്പോൾ എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത് ജോലി ചെയ്യണില്ല, ഒരു ജർമ്മൻകാരിയാണ്. അവള് പിന്നെ ആർക്കിടെക്റ്റൊക്കെയാണ്. പണ്ട് ഈ സോവിയറ്റ് യൂണിയനുള്ള കാലത്ത് നല്ല ബുദ്ധിയുള്ളവർ. അവർ ഓരോ ജോലി ചെയ്യണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികളെ നോക്കല്. അവർ എന്നിട്ട് എന്താ ചെയ്യണത് എനിക്ക് കാണിച്ചു തന്നുണ്ട്. ഓരോ കുഞ്ഞിൻ്റെയും ഡെവലപ്മെന്റ് ഓരോ ദിവസവും അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. കുട്ടീൻ്റെ വലിപ്പം, കുട്ടിയുടെ സ്വഭാവത്തിലുള്ള മാറ്റം, ഇതൊക്കെയാണ് നോക്കേണ്ടത്. ഇതൊക്കെ അറിയുന്ന ആൾക്കാരെയാണ് ഇത് പിടിച്ചു നിർത്തുന്നത്. ഇത് ഈ IAS-കാരനാണ്, അവന് കുറെ ആൾക്കാരെ പിന്നെ പണിയെടുപ്പിക്കാൻ അറിയാം. അത് ഒരു ഡാം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇപ്പോൾ കലക്ടറായിരുന്നില്ലേ, കലക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, പിരിക്കുന്ന ആള്, പിരിവുകാരനായിക്കോട്ടെ, അത് വേറെ കാര്യം. അതൊന്നുമല്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ലോകത്തിലെ ഈ ഭാവി തലമുറ എങ്ങനെ ജീവിക്കണമെന്നും എങ്ങനെ അവൻ മുന്നോട്ട് കുതിക്കണമെന്നും തീരുമാനിച്ച് നമ്മൾ ഇപ്പോൾ അവൻ്റെ എല്ലാ ഇന്നേറ്റ് ആയിട്ടുള്ള ഉള്ളിലുള്ള കഴിവുകളെ പരമാവധി വികസിപ്പിക്കുന്ന അതിമഹത്തായ സമൂഹത്തിൻ്റെ ഒരു മഹനീയമായ ദൗത്യമാണ് ഈ വിദ്യാഭ്യാസം എന്നത്. അതല്ലാതെ ഈ ആടുകളെ കൊണ്ടുപോകുന്ന മാതിരി പിന്നെ ഈ നയിക്കുന്ന ഐറ്റങ്ങളെ കൊണ്ടുപോകുന്നതല്ല. ആ വിദ്യാഭ്യാസം ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ചൈനയിൽ നോക്കൂ, അവിടെ എന്തായിരിക്കും എന്നറിയോ? അവിടുത്തെ നാഷണൽ IQ എടുത്ത് നോക്കിയാൽ മതി. ആവറേജ് നാഷണൽ IQ ഓഫ് നാഷൻസ് എടുത്തു നോക്കൂ. നമ്മളിതിപ്പോഴും എത്രയാ അറിയോ? 82. ഇന്ത്യ 82, അമേരിക്ക 98, ചൈന എത്രയാ അറിയോ? നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ചൈന ഇന്നിപ്പോൾ 105ലേക്ക് തിരിയും. എന്താ കാരണം? അവിടെ വിദ്യാഭ്യാസം എന്നത് ആ കുഞ്ഞിൻ്റെ കഴിവുകളെ പരമാവധി, ഞാൻ പോയി കണ്ടിട്ടില്ല കേട്ടോ, കുറേ തെറ്റുകൾ. പക്ഷേ അതിനുള്ള ഏറ്റവും പ്രധാന കാരണം ഈ കുഞ്ഞിൻ്റെ കഴിവുകളെ പരമാവധി വികസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ സമൂഹം ഒന്നായിട്ട് അതിനായിട്ട് മെനക്കെടുന്ന ഒരു വിദ്യാഭ്യാസ രീതി അവിടെ വന്നു. സാറതുമായി ബന്ധപ്പെട്ട് ഇനിയൊരു ചോദ്യം കൂടി ഉണ്ട്. എന്നാലും സാറിപ്പോൾ ഇങ്ങനെ ഇവിടെ കുറേ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വേറെ വീഡിയോസൊക്കെ ഇത് കണ്ടിരുന്നു. അപ്പം സാറിന് ഇത് ചെയ്യാനുള്ളൊരു, നമ്മളെ കൂട്ടത്തിൽ അധ്യാപകരായിട്ട് ആരും അങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടും കേട്ടിട്ടുമില്ല. സാറിങ്ങനെയൊക്കെ ഈ രീതിയിലൊക്കെ ചിന്തിച്ച് പ്രവർത്തിക്കാൻ
സമൂഹത്തെ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കണം, അത്ര തന്നെ, വേറൊന്നുമല്ല. എനിക്ക് മറ്റുള്ള കുറെ കാശുണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ വലിയ നല്ല കാറ് വാങ്ങണമെന്നോ അല്ലെങ്കിൽ വലിയ പിന്നെ വീടുണ്ടാക്കണമെന്നോ, ഇതിപ്പോൾ എൻ്റെ മോളുണ്ടാക്കി തന്നാണ്. നമ്മൾ ഇതിലാണ് താമസിക്കുന്നത്. അങ്ങനെ പിന്നെ ഒരു വലിയ താല്പര്യമൊന്നുമില്ല, അതിലൊന്നും വലിയ സന്തോഷം എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ മറ്റുള്ള ഈ തീരെ ആരോരും ഇല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ അവരുടെ നമ്മളെ ജീവിതത്തിന് അവരെ പരമാവധി നമ്മളെ കൊണ്ട് സഹായിക്കാൻ കഴിയുന്നത് ചെയ്യാന്നുള്ള അതാണ് സന്തോഷം. അതുകൊണ്ട് ചെയ്തേ ഉള്ളൂ, അല്ലാതെ അതിൽ പ്രത്യേകിച്ച് വലിയ. എത്ര പേരുണ്ട് സാർ അവിടെ? ഇപ്പൊ 5 പേരുള്ളൂ. 5 പേരുള്ളൂ. ബാക്കി അവരൊക്കെ സുഖമായിട്ട് അല്ല, പലരും ഇല്ല. ഞങ്ങള് ഈ വീട് ഇതൊന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 10-15 പേരുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഒരു വലിയ സ്ഥലമുണ്ട്. ഇത് ഒരു അഭയം എന്ന് പറഞ്ഞിട്ട് കൊപ്പത്തുന്നുണ്ട്, അതിന്റെ കീഴിലാണിത്. അപ്പൊ ആ വീടും കുറച്ച് സ്ഥലം അവരുടെ 1 ഏക്കറും 19 സെന്റും അവരുടേതാണ്. അവർക്ക് എഴുതി കൊടുത്തിരിക്കും. അപ്പൊ അവരുടെ അപ്പൊ ഈ ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയത്. പിന്നെ രണ്ടാമത് തിരിച്ചിങ്ങോട്ട് വന്നു. മാത്രല്ല ഇപ്പൊ തന്നെ തീരെ അവശരായ 1-2 പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഭാര്യ മാത്രമേ ഉള്ളല്ലോ, പെണ്ണുങ്ങളാണ്. അപ്പോൾ അവരെ ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും, പ്രത്യേകിച്ച് ഈ പ്രായമായി ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ പിന്നെ നമ്മൾ അവരെ എല്ലാ കാര്യം വിസർജനങ്ങളൊക്കെ നമ്മൾ തന്നെ നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 5 പേരേ ഉള്ളൂ. 5 പേരാണെങ്കിലും ഭയങ്കര പ്രയത്നം. ഈ ഇപ്പം ആരും കിട്ടില്ല ഇതിനുള്ള ഈ ജീവകാരന് പോലെ മതത്തിൻ്റെ ആൾക്കാരൊക്കെയാണെങ്കിൽ പിന്നെയും കിട്ടും. നമ്മൾ പാശ്ചാത്യരെ കുറേ വിമർശിച്ചു, സംഭവം ശരിയാണ്. പക്ഷേ ഇന്ന് പാശ്ചാത്യ ലോകത്തേക്കൊരു വലിയ ഒഴുക്ക് സംഭവിക്കുകയാണ്, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്ന് UK ഓസ്ട്രേലിയയിലേക്കൊക്കെ അങ്ങനെ ധാരാളം കുട്ടികൾ +2 കഴിഞ്ഞാൽ ഉടനെ പോകുന്നു. എന്താണ് സാറിൻ്റെ പ്രതികരണം? പാടുകൂടെ പറഞ്ഞ അത് പോകും. കാരണം എന്താ അറിയോ, ഇത് ഒരു തരം പിന്നെ കോളനൈസേഷൻ്റെ ഭാഗമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിസോഴ്സസ് ഉള്ള ഹ്യൂമൻ റിസോഴ്സസും അതേപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസും ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് എന്ത്, ഈ ആഫ്രിക്ക, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ. ആ രാജ്യങ്ങളിലെ അവർക്ക് ഒരു കാര്യം നടക്കില്ല, അവിടെ അവർക്കൊക്കെ ബോധമില്ലാത്തവരാണ്. ഇപ്പോൾ അവിടെ നമുക്ക് അടിമത്താണ് കാണുന്നത്. ആൾക്കാരെ നായാടി പിടിച്ചിട്ട് നായാട്ട് നടത്തിയിട്ട് പിടിച്ച് വലിഞ്ഞു കെട്ടി ചങ്ങലൊക്കെ ഇട്ടിട്ട് അങ്ങനെ കപ്പലിൽ കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതിൽ നിന്ന് അവർ വേറൊരു കാര്യം പഠിച്ചു. ഇന്ത്യയിലെത്തിയപ്പോഴേക്ക് അതൊക്കെ ആഫ്രിക്കയിൽ നടന്നിട്ടുള്ളൂ. ഇന്ത്യയിലെത്തിയപ്പോഴേക്ക് അതിനവർ കോൺട്രാക്ട് ലേബർ എന്ന പേരിട്ടു. അതോടുകൂടി കുറച്ചും കൂടി ലാഭമാണ്. അടിമകളാണ്. പക്ഷേ ഈ അടിമയാകുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നെ ചെലവിന് കൊടുക്കണം. ഭക്ഷണം ഈ അടിമക്ക് സ്വന്തം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ, 24 മണിക്കൂർ തന്നെ. നേരെ മറിച്ച് ഈ കോൺട്രാക്ട് ലേബർ ആണെങ്കിൽ അങ്ങനെ ഇത് വേണ്ട. അങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇപ്പോഴും കുറേ രാജ്യങ്ങൾ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഇന്ത്യക്കാരുണ്ട്. ചില രാജ്യങ്ങളിൽ ഇന്ത്യക്കാരാണ് ഭരിക്കുന്നത്. ഈ അതിനൊക്കെ ഉള്ള കാരണം ഇവിടുന്ന് ബീഹാറിന് പിന്നെ ഈ ദക്ഷിണേന്ത്യയിൽ നിന്നൊക്കെ ആൾക്കാർ അന്ന് ഒരു കോൺട്രാക്റ്റിലാണ് ഒപ്പിടുക. ആ ഒപ്പിട്ടോട് കൂടി പിന്നെ അടിമയായി. പിന്നെ അത് ചെയ്യണമെന്നാണ്. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഈ വെള്ളക്കാരൻ ഇന്ത്യയിൽ നടത്തിയത്. അപ്പോൾ അത് പിന്നീട് നമ്മളെ സ്വാതന്ത്ര്യം ഈ 2ാം ലോകമഹായുദ്ധത്തോടു കൂടി അങ്ങനെ ഒരു തമ്മിൽ തന്നെ ഉള്ള മത്സരമാണ് ഈ യൂറോപ്പിലെ കോളനൈസിങ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്വ ശക്തികളുടെ മത്സരം കൊണ്ടാണ് ഈ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായത്. പക്ഷെ ഈ യുദ്ധത്തോടു കൂടി ഉണ്ടായൊരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ രാജ്യങ്ങളിലെ പട്ടാളക്കാരും കൂടി ഉണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുള്ളൂ.
അവർ ഈ വിജയത്തിനൊക്കെ ഒരു വലിയ കാരണം നമ്മളാണെന്നുള്ള തോന്നലുണ്ടായി എന്നുള്ള ഒരു വലിയ കാര്യമാണ്. അന്ന് വരെ അങ്ങനെ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടോ അതിനെ കുറിച്ചോ ആലോചിക്കും കൂടിയും ചെയ്യാതെ ഇരുന്ന കാര്യങ്ങൾ ഈ അന്ന് ഇപ്പോൾ പല രാജ്യങ്ങൾക്കും ഞങ്ങൾ സ്വാതന്ത്ര്യം തരാമെന്നൊക്കെ പറഞ്ഞെന്ന് വരും. അങ്ങനെ ആണ് യഥാർത്ഥത്തിൽ ഈ മൂന്നാം ലോക രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മാലപ്പടക്കം തന്നെ ഉണ്ടായി. പക്ഷേ ആ സ്വാതന്ത്ര്യം ഉണ്ടായി എന്നോട് കാര്യമൊന്നുമില്ല. അതൊരു പുതിയ രീതിയിൽ ജനാധിപത്യം എന്ന് ഡെമോക്രാറ്റിക്, അതായത് വെള്ളക്കാരൻ്റെ ഒരു ഡെമോക്രസി ഉണ്ട്. അതൊരു സ്യൂഡോ ഡെമോക്രസിയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിപക്ഷ ജനാധിപത്യം. അപ്പോൾ ഈ തിരഞ്ഞെടുക്കുന്ന എല്ലാവരും കൂടി വേണ്ട, കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുത്തിന്ന് ഭൂരിപക്ഷം ഉണ്ടാക്കുന്ന ആൾക്കറിയാം. എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പോലടുത്ത് വേണ്ടത്ര റിസോഴ്സസ് ഉണ്ട്. നമ്മളിവിടുന്ന് കട്ടുകൊണ്ടായ അല്ലെങ്കിൽ എത്രയോ കാലം, ഇപ്പോൾ ഏകദേശം 150-200 കൊല്ലമായിട്ട് ഇവിടുന്ന് ഇന്ത്യ രാജ്യത്ത് നിന്ന് തന്നെ കൊണ്ടുപോയത് 45 ട്രില്യൺ പിന്നെ സമ്പത്തുണ്ടെന്നാണ്. 45 ട്രില്യൺ എന്നാണ് എത്രയും അറിയും. ഇന്നിപ്പോൾ ഇന്ത്യയിലും ഇന്ത്യയിൽ തന്നെ 3 ട്രില്യനാണ് ആകെ നമുക്ക് ചെലവാക്കാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ എത്ര കൊല്ലത്തിൽ സർ, എല്ലാ വർഷവും നമ്മുടെ കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം? ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ജന്തു എന്ന ഒരു നിർവചനമുണ്ട് മനുഷ്യന്. ഈ ഉപകരണങ്ങളാണ് ഇതിന് കാരണം. ഈ ഉപകരണങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ 1852 ഈ അന്നത്തെ പിന്നെ മാർക്സിൻ്റെ കൂട്ടുകാരനായിരുന്ന ഫെഡറിക് ഏഞ്ചൽസിൻ്റെ 2 വാചകങ്ങളുണ്ട്. ഈ പ്രകൃതിയെ തോൽപ്പിക്കാനാണ് ഈ ഉപകരണങ്ങൾ, അല്ലെങ്കിൽ മറികടക്കാൻ. ഈ മറികടക്കാനും തോൽപ്പിക്കാനും നിങ്ങൾക്ക് ആദ്യം കഴിഞ്ഞു എന്ന് വന്നേക്കാം. പക്ഷേ ഈ ഉപകരണങ്ങൾ നിങ്ങളെ അതിൻ്റെ രണ്ടാമതും മൂന്നാമതും ഉണ്ടാവുന്ന അതിൻ്റെ തിരിച്ചടികൾ അപ്രതിരോധ്യവും ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരിക്കുന്ന പിന്നെ വാചകം എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം. അതായത് ഈ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഈ ദുരന്തങ്ങൾക്കൊക്കെ കാരണം അവൻ്റെ പുതിയ രീതിയിലുള്ള അവൻ്റെ ഉപകരണങ്ങളാണ് അർത്ഥം. ഈ ഉപകരണങ്ങൾ ഉണ്ടായതോടുകൂടി യഥാർത്ഥത്തിൽ പടച്ചോൻ തന്നെ ഈ ഉപകരണമാണ്. ഈ ദൈവം എന്നതുപോലും പൂജ്യം എന്നതുപോലെ തന്നെ മനുഷ്യൻ കണ്ടെത്തിയ ഒരു ഉപകരണമാണ്. പിന്നെ അതാണ് നമ്മളെ ഭരിക്കണ അർത്ഥം. ഈ നമ്മളെ ഉപകരണങ്ങളൊക്കെ തന്നെ ആണ് യഥാർത്ഥത്തിൽ നമ്മളെ ജീവിതം ഇങ്ങനെ ആക്കിയത്. ജീവിത ശൈലി ഇങ്ങനെ ആക്കാനുണ്ടായ കാരണം ഇപ്പം നിങ്ങൾ വന്നത് വണ്ടിയിലായിരിക്കും, കാറിലോ അല്ലെങ്കിൽ സ്കൂട്ടറിലോ. അതെ, ആ കാറ് പണ്ടാണെങ്കിൽ അങ്ങനെയല്ലല്ലോ വരിക. അപ്പം നമ്മളെ ജീവിതത്തെ നയിക്കുന്നത് യഥാർത്ഥത്തിൽ ഉപകരണങ്ങളാണ്. ഈ ഉപകരണങ്ങൾ കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ജീവി തന്നെ ഒരു അസുരവിത്തായി മാറി എന്നുള്ളതാണ് സത്യം. അവൻ ഈ മരുഭൂമി മുഴുവൻ ഉണ്ടാക്കിയെന്ന കൃഷിയാണ്. മരുഭൂമികളൊക്കെ തന്നെ ആദ്യം ഇപ്പോൾ ഞാൻ 67-68 ഇപ്പോൾ ബോംബെക്ക് അതിൻ്റെ മുമ്പും പോയിട്ടുണ്ട്. അന്നൊക്കെ തന്നെ ഈ ബോംബെക്ക് തീവണ്ടിയിൽ പോകുമ്പോൾ എത്രയോ ഈ കഴുകന്മാർ പിന്നെ പശുക്കളോ ഈ മറ്റു ജീവികൾ ചത്തിട്ടുണ്ടെങ്കിൽ അതിനൊന്നായിട്ട് തിന്നാനായിട്ട് കഴുകന്മാർ 100 കണക്കിനുണ്ടാവും ഒന്നിനെ കൊന്ന് തിന്നാനായിട്ട്.
ഇപ്പോൾ ഒരൊറ്റ ഒന്നിനെ കാണില്ല, ഒരൊറ്റ ഒന്നിനെ. മാത്രമല്ല അന്ന് ഈ ഭൂമിയിൽ അത്ര വലിയ ഇതേപോലെ ഇത്രയും ഊഷരമായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ഗ്രാജ്വലായിട്ട് മരുഭൂമിവൽക്കരണം നടത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ഉപകരണങ്ങളുടെ ജോലി. ഈ ഉപകരണങ്ങൾ യഥാർത്ഥത്തിൽ ഇത് ഇന്ന് അതിന് മാത്രമല്ല, ഈ ഉപകരണങ്ങളാണ് ഈ ചൂഷണപർവത്തിൻ്റെ പ്രധാന വസ്തു. മാത്രമല്ല മനുഷ്യൻ്റെ ആർത്തിയും മനുഷ്യൻ്റെ നിലവിലുള്ള അവസ്ഥയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പിന്നെ ഈ വെടിമരുന്ന് കണ്ടെത്തിയത്, വെടിമരുന്നാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ വെള്ളക്കാരന് പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം ലോകം കീഴടക്കാനുള്ള ഒരു ഇതായത്. പക്ഷേ ഏകദേശം അതിൻ്റെ 8 നൂറ്റാണ്ട് മുമ്പോളം, അതായത് 3-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ ഈ സാധനം ചൈനക്കാർ കണ്ടെത്തിയിരിക്കുന്നു. എനിക്ക് കണ്ണുകളിൽ